Hello friends, Technique in Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ Redmi Note 7 Pro ന്റെ ക്യാമറ UIയിൽ അറിഞ്ഞിരിക്കേണ്ട 8 കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം Xiaomi Redmi Note 7 Pro ന്റെ ക്യാമറയെക്കുറിച്ച്. Note 7 Proയിൽ 48 മെഗാപിക്സൽ Sony IMX സെൻസറാണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ പുതിയ UIയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം അതിൽ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയ 8 കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാമറ UI ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ക്യാമറ UI. അപ്പോൾ ക്യാമറ UIയിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ചിലതെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. നിങ്ങൾക്ക് കാണാം വീഡിയോ, പോർട്രേറ്റ്, നൈറ്റ് മോഡ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 48 മെഗാപിക്സൽ മോഡാണ്. അപ്പോൾ റെഗുലർ മോഡിൽ എടുക്കുന്ന ഫോട്ടോസ് 12 മെഗാപിക്സലാണ്. അതിൽ അറൗണ്ട് 3 to 4 MB ആണ് സൈസ് വരുന്നത്. പക്ഷേ 48 മെഗാപിക്സലിൽ എടുക്കുന്ന ഫോട്ടോസ് ഓൾമോസ്റ്റ് 15 MB ഇൻ സൈസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ഡിഫോൾട്ട് 48 മെഗാപിക്സൽ മോഡിലല്ല എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 48 മെഗാപിക്സൽ മോഡിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെനു പോവുക, അതായത് 3 ലൈൻസിൻ്റെ ഹാംബർഗർ മെനു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 48 മെഗാപിക്സൽ മോഡ് എന്ന് കാണാം. അപ്പോൾ 48 മെഗാപിക്സൽ മോഡിൽ ടോഗിൾ ചെയ്താൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം 48 മെഗാപിക്സൽ എന്ന് എഴുതിയത് കാണാം. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ 48 മെഗാപിക്സൽ മോഡിലാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്ത ഫോട്ടോസ് 2 കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒരെണ്ണം അത് സേവ് ചെയ്യാൻ കുറച്ച് സമയം അധികം എടുക്കും. കാരണം അത്രയും ഹ്യൂജ് ഫയൽ സൈസ് റൈറ്റ് ചെയ്ത് ഇമേജ് ക്യാപ്ചർ ചെയ്ത് റൈറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. സെക്കൻഡ് തിങ്, അത് ഓൾമോസ്റ്റ് 15 MB സൈസ് വരെ വരാം. അതാണ് ഷോമി പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യണ്ടായി. അപ്പോൾ അത് ഓൾമോസ്റ്റ് ലൈക്ക് 13-14 MB ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സൈസ് കൂടുതലാണ്. അപ്പോൾ എല്ലാ ഫോട്ടോസും നിങ്ങൾ 48 മെഗാപിക്സൽ എടുക്കണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് ഹ്യൂജ് സൈസുമാണ്, ടൈമും അധികം എടുക്കും. പിന്നെ വേറൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ 48 മെഗാപിക്സൽ മോഡിക്ക് പോകാൻ പ്രോ മോഡ് പോവുക. പ്രോ മോഡ് നിങ്ങൾക്ക് അറിയാം ഒരുപാട് ഓപ്ഷൻസ് വരുന്ന വൈറ്റ് ബാലൻസ്, അപ്പർച്ചർ വാല്യൂസ്, ISO ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രോ മോഡ് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 48 മെഗാപിക്സൽ മോഡ് കാണാം. അപ്പോൾ അത് സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് കാണാം 48 മെഗാപിക്സൽ എനേബിൾഡ് ആണ്. അപ്പോൾ ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റ്. അപ്പോൾ 48 മെഗാപിക്സൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിച്ചത്. പിന്നെ മെയിൻ ഫോട്ടോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് AI മോഡ് കാണാം. AI മോഡ് എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ AI സീൻ ഡിറ്റക്ഷൻ, അതായത് ഫ്ലവേഴ്സ്, ലാൻഡ്സ്കേപ്പ്, ഫുഡ്, അങ്ങനെ ഒരുപാട് അനിമൽസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി സീൻ ഡിറ്റക്ഷൻ വെച്ച് അതിനെ കണ്ടുപിടിക്കുകയും അതുകൂടാണ്ട് തന്നെ അതിനനുസരിച്ച് ഇമേജ് തരുന്നതാണ് AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എനേബിൾ ചെയ്യാം. AI എനേബിൾ ചെയ്താൽ ഓട്ടോമാറ്റിക് സീൻ ഡിറ്റക്ഷൻ എനേബിൾഡ് ആവും. അപ്പോൾ അതാണ് വേറൊരു കാര്യം. പിന്നെ നിങ്ങൾ സെറ്റിങ്സിൽ പോവുകയാണ്, വീഡിയോ എടുക്കുകയാണെങ്കിൽ, വീഡിയോ റെക്കോർഡിംഗ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. അതായത് ഫോണിലെ ക്യാമറ വെച്ച് വീഡിയോ റെക്കോർഡിംഗ് ആണ് എടുക്കണമെങ്കിൽ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇമേജ് സ്റ്റെബിലൈസേഷൻ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇമേജ് സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റെഡ്മി നോട്ട് 7 പ്രോയിൽ. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ ഷെയ്ക്ക് ഉണ്ടാവില്ല. ഷെയ്ക്ക് മിനിമൈസ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്യാനാണ് ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് 1080p, അതായത് ഫുൾ HD at 30 ഫ്രെയിംസ് പെർ സെക്കൻഡ്, 30 FPS മാത്രമേ ഉള്ളൂ. അപ്പോൾ 30 FPS ആണ് ബൈ ഡിഫോൾട്ട് കിടക്കുന്ന സെറ്റിങ്സ്. അപ്പോൾ 30 FPS എടുക്കുമ്പോൾ നിങ്ങൾ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് 4K റെക്കോർഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ക്വാളിറ്റി പോയി കഴിഞ്ഞാൽ 30 FPS 4K Ultra HD സപ്പോർട്ടഡ് ആണ്. അപ്പോൾ മുമ്പത്തെ റെഡ്മി സീരീസിൽ, അതായത് റെഡ്മി നോട്ട് 6 Pro, നോട്ട് 5 Proയിലും 4K Ultra HD ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ 4K Ultra HD ബൈ ഡിഫോൾട്ട് ക്യാമറ UI തന്നെ ഉണ്ട്. അതുകൂടാണ്ട് തന്നെ 1080p റെസൊല്യൂഷൻ ആറ്റ് 60 FPS ഉണ്ട്. അപ്പോൾ 60 FPSും 4Kയിലും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടഡ് അല്ല, 30 FPSൽ മാത്രമേ സപ്പോർട്ടഡ് ഉള്ളൂ. പിന്നെ അടുത്തൊരു ഓപ്ഷൻ സേവ് പ്രീവിയസ് മോഡ് എന്ന് കാണാം. ഇത് ഫോട്ടോസിലും വീഡിയോസിലും എല്ലാം ഉണ്ട്. ഈ മോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളൊരു ഇപ്പോൾ വീഡിയോസോ അല്ലെങ്കിൽ പ്രോ മോഡാണ് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന മോഡ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ റെഗുലറായി ക്യാമറ എടുക്കുകയാണെങ്കിൽ അത് വീണ്ടും ഫോട്ടോ മോഡിലേക്ക് ഓട്ടോമാറ്റിക്കായി പോകും. വീണ്ടും നിങ്ങൾക്ക് പ്രോ മോഡിലേക്ക് വരണം. അപ്പോൾ ഈച്ച് ടൈം നിങ്ങൾ ക്യാമറ എടുത്തിട്ട് പ്രോ മോഡിലേക്ക് പോകേണ്ടി വരും. പക്ഷേ സേവ് പ്രീവിയസ് മോഡ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി യൂസ്ഡ് ഓപ്ഷൻ ഏതായിരുന്നു അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന ഒരു ഓപ്ഷനാണ് സേവ് പ്രീവിയസ് മോഡ്. അപ്പോൾ റെഗുലർ ഫോട്ടോ മോഡ് അല്ലാതെ ഏതെങ്കിലും മോഡിലാണ് നിങ്ങൾ എപ്പോഴും ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ സേവ് പ്രീവിയസ് മോഡ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ടൈം ക്യാമറ UI ഓപ്പൺ ചെയ്യുമ്പോൾ അതിലോട്ട് നമുക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടുന്നതാണ്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ താഴെ ഫിംഗർ പ്രിൻറ്റ് ഷട്ടർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. കാരണം ഫിംഗർ പ്രിൻറ്റ് ഷട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വെച്ച് നിങ്ങൾക്ക് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് സെൽഫീസ് എടുക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ടച്ച് ചെയ്താൽ ഫോട്ടോസ് എടുക്കുക. സെൽഫീസ് മാത്രമല്ല, റിയർ ക്യാമറയ്ക്കും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും ഒരു വളരെ യൂസ്ഫുൾ ആയ കാര്യമാണ്.
പിന്നെ അതുകൂടാണ്ട് തന്നെ വോളിയം ബട്ടൺസ് എന്ത് ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ളതും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. വോളിയം ബട്ടൺ ജനറലി ഷട്ടറാണ്, അതായത് വോളിയം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഷട്ടറാണ് ഓപ്ഷൻ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ചെയ്യാം. അപ്പോൾ വീഡിയോയിലോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ സൂം ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ വോളിയം കീസ് അപ്പ് ആൻഡ് ഡൗൺ, അതായത് മുകളിലേക്ക് പ്രസ് ചെയ്താൽ സൂം ഇൻ ചെയ്യും, താഴേക്ക് പ്രസ് ചെയ്താൽ സൂം ഔട്ട് ചെയ്യും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വോളിയം കീസ് ഉപയോഗിക്കുകയാണെങ്കിൽ സൂം ഇൻ സൂം ഔട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് വേറൊരു ഓപ്ഷൻ. അപ്പോൾ ഇത് രണ്ടും വളരെ യൂസ്ഫുള്ളായ ഓപ്ഷനാണ്. കാരണം നിങ്ങൾക്ക് ഷോർട്ട് കട്ട് കീസ് എന്ന് വേണമെങ്കിൽ പറയാം, എങ്ങനെ വേണം. അതല്ലെങ്കിൽ വോളിയം ഇൻക്രീസ് ചെയ്യാൻ വേണമെങ്കിൽ അതും ചെയ്യാം, അല്ലെങ്കിൽ ഷട്ടർ ബട്ടൺ അതിന് ഓപ്ഷൻ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇത് കൂടാണ്ട് നിങ്ങൾ കൂടുതലും ഫോട്ടോസ് എടുക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമേജസ് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ 15 സെക്കൻഡ് വീഡിയോ ആണ് എടുക്കുന്നത് ബൈ ഡിഫോൾട്ട്. അപ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഒരു കൗണ്ട് ഡൗൺ ടൈമർ കാണാം, 15 സെക്കൻഡ് വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് യൂസ്ഫുൾ എവിടെയാണ് വരുന്നത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറിയ ക്ലിപ്പ് ഷെയർ ചെയ്യാൻ വേണ്ടി, നമുക്ക് ലോങ് വീഡിയോ ആവാതിരിക്കാൻ വേണ്ടി ഷോർട്ട് വീഡിയോയിൽ മോഡിലിടാം. അതുകൊണ്ട് തന്നെ 15 സെക്കൻഡ്സ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഒരു മോഡാണ് സ്ക്വയർ മോഡ്. 1:1 ആസ്പെക്ട് റേഷ്യോയിലാണ് എടുക്കുന്നത്. സ്ക്വയർ മോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ സോഷ്യൽ മീഡിയ ഷെയറിംഗ് ആണെങ്കിൽ ഈ രണ്ട് മോഡ് വളരെ യൂസ്ഫുള്ളായ മോഡാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ നൈറ്റ് മോഡും ഉണ്ട്. നൈറ്റ് മോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൾട്ടിപ്പിൾ ഫോട്ടോസ് സ്റ്റിച്ച് ചെയ്ത് മൾട്ടിപ്പിൾ എക്സ്പോഷർ ലെവലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് നൈറ്റ് മോഡ്. അപ്പോൾ നൈറ്റ് മോഡും 3-4 സെക്കൻഡ്സ് എടുക്കും പിക്ചർ ക്യാപ്ചർ ചെയ്യാൻ, പക്ഷേ വളരെ മനോഹരമായ ഷോട്ട്സാണ് നൈറ്റ് മോഡിലും പ്രൊവൈഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് 7 പ്രോയിലെ ക്യാമറയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ ഇമ്പോർട്ടൻറ്റും യൂസ്ഫുള്ളുമായ കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.